യു ഹാവ് നോ റൈറ്റ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണോ നേരിടേണ്ടത്? അങ്ങനെയാണോ പ്രതിപക്ഷത്തെ നേരിടുന്നത്? താൻ ഏത് ഓരോരുത്തർ കോൺട്രാക്ട് ആണെങ്കിലും കൈവച്ചാൽ മതി. ആണുങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കണം. എന്താ പ്രതിപക്ഷ നേതാവ് എന്തോ പറയാൻ? ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ നേരിടേണ്ടത് ഇങ്ങനെയല്ലോ. പൊട്ടം കഴിവറി ഇങ്ങോട്ട് ഇറക്കിവിട്, ഇല്ലെങ്കിൽ സ്റ്റേഷനകത്ത് കയറി ഞാൻ പെരുമാറുവേ. അപ്പൊ വെറുതെ ക്രമസമാധാനം കയ്യിലെടുത്ത് എന്റെ കൈ ചീത്തേക്കരുത്. യു ഹാവ് നോ റൈറ്റ്. ബഹുമാനപ്പെട്ട അങ്ങനെയാണോ പ്രതിപക്ഷത്തോട് സംസാരിക്കേണ്ടത്? കേക്കോ, അങ്ങ് ശാന്തമായി കേക്കോ. നീ ആരടാ എന്നോട് എതിർക്കാൻ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ എരപ്പാളി. അങ്ങ് 10 വർഷക്കാലം ഈ സംസ്ഥാനം ഭരിച്ച മുഖ്യമന്ത്രിയായിരുന്നു. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അങ്ങയുടെ ഗവൺമെന്റ് നയം അവസാനമായി പറയാനുള്ള അധികാരം അങ്ങേക്ക് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഈ ഗവൺമെന്റിന്റെ നയം എന്താണ് എന്ന് ഈ സഭയെ അറിയിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. അപ്പൊ ദയവായിട്ട് അങ്ങ് ഇതിനോട് സഹകരിക്കും. പല്ലുകുത്തി മണപ്പിച്ച് നാറ്റകേസാക്കണ്ട. കാര്യത്തിന്റെ ഗൗരവം എത്രയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു തീരുമാനം എടുക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. ഇവിടെ അദ്ദേഹം കേരളം എത്തിച്ചേർന്ന ഒരു സ്ഥിതി വിശേഷത്തെ പറ്റി പറഞ്ഞു. അതാണ് ബഹുമാനപ്പെട്ട ബാലഗോപാൽ ചോദ്യം ചെയ്തത്. അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും. ആ കാര്യത്തിൽ അദ്ദേഹം വഴങ്ങാന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് യു ഹാവ് നോ റൈറ്റ് എന്നാണ്. മോശമായി പോയിട്ടോ, ഭയങ്കര മോശമായി പോയി. പറഞ്ഞത് ഞാൻ വെർബാറ്റം ഞാൻ പറയാം. യു ഡോണ്ട് ഹാവ് എനി റൈറ്റ് ടു ഇന്ററപ്റ്റ്. എന്താ ചേട്ടാ പറഞ്ഞ ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണം എന്നേ പറഞ്ഞുള്ളൂ. ഇന്ററപ്റ്റ് ചെയ്യാൻ കേക്കോ അദ്ദേഹത്തിന് 90 മിനിറ്റ് ആ ഗവൺമെന്റിനുള്ള ആ 90 മിനിറ്റിനകത്ത് നിന്ന് അദ്ദേഹം സംസാരിക്കാണ്. യു ഹാവ് നോ റൈറ്റ് ടു ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ററപ്റ്റ് ചെയ്യുന്നതിന് അവകാശമില്ല എന്നല്ലേ പറഞ്ഞത്? അതല്ല ഉദ്ദേശം. ഞാൻ പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് കുഴപ്പിച്ചത് ഇയാളുടെ മൊഴിയായിപ്പോ ഏറ്റവും വലിയ കുഴപ്പമായിരിക്കുന്നത്. ചോദ്യം ഒരു സബ് ഇൻസ്പെക്ടർക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ അത് ഡിപ്പാർട്ട്മെന്റിന്റെ ഇമേജിനെ തന്നെ ബാധിക്കില്ലേ? പിന്നെ ഇപ്പൊ കൊട്ടക്കണക്കിന് ഇമേജ് അല്ലേ കൊണ്ട് തന്നിരിക്കുന്നത്.